ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ജനങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടാണ് നമുക്ക് ഈ പൊതു തെരഞ്ഞെടുപ്പിലൂടെ ദൃശ്യമായത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇന്ത്യ മുന്നണി അവർക്ക് ഭരണത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും NDAയുടെ ഭരണ തുടർച്ച എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ ഒരു ഔദാര്യം എന്നുള്ള നിലയിലാണ് അടയാളപ്പെടുത്തിയത്. നമുക്കറിയാം 1974 കാലഘട്ടം മുതൽ 90 വരെ ലോകത്ത് ജനാധിപത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. സോവിയറ്റ് യൂണിയനിലും അതുപോലെ തെക്കൻ അമേരിക്കയിലും ഉൾപ്പെടെ അതുപോലെ യൂറോപ്യൻ നാടുകളിലുമൊക്കെ ജനാധിപത്യം പുലർന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് 21ാം നൂറ്റാണ്ടിൽ അതിൽ തുടക്കത്തിനു ശേഷം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ വീണ്ടും ഏകാധിപത്യ പ്രവണതയിലേക്ക് ലോകം നീങ്ങുന്നു എന്ന് ലോക രാഷ്ട്രീയ വിചക്ഷണന്മാരൊക്കെ വിലയിരുത്തിയൊരു കാലഘട്ടമാണ്. അത്തരത്തിലുള്ള ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയിൽ കഴിഞ്ഞുപോയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് മുക്ത ഭാരതമാണ് യഥാർത്ഥത്തിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA ലക്ഷ്യമാക്കിയത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായിരുന്നു ഗവൺമെൻറ് എന്ന് നമുക്ക് ബോധ്യമാകും. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് സംവിധാനത്തെ യഥാർത്ഥത്തിൽ ജനങ്ങൾ കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ നിലവിലെ ഇലക്ഷൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യ മുന്നണി യഥാർത്ഥത്തിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് പ്രധാനമായും 3 തലങ്ങളിലാണ് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുക. അതിൽ ഒന്ന്, ഇന്ത്യയിലെ സാമാന്യ ജനവിഭാഗങ്ങൾ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ജാതി സെൻസസ് പോലെയുള്ള വിഷയങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു. അത് സാമൂഹിക നീതിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു വർത്തമാനം കൂടിയാണ്. നമുക്കറിയാം കാൻഷി റാമിനെ പോലെ അല്ലെങ്കിൽ VP സിംഗും അതുപോലെ കോൺഗ്രസിൻ്റെ തന്നെ അർജുൻ സിംഗൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള അതേ ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെമോക്രസിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനായിരുന്നു മറ്റൊന്ന് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അനവധിയായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലാണ് NDAക്കെതിരെ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രംഗത്ത് വന്നത് എന്നത് വിജയം നേടിയിട്ടില്ലാത്ത ഒരു ഘട്ടത്തിൽ പോലും തിളക്കവും ആശ്വാസകരവുമായ ഒന്നാണ്. അഥവാ അധികാരത്തിനേക്കാൾ കരുത്തുള്ളതാണ് ആശയം എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമവാക്യത്തെ, എല്ലാ സമവാക്യങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു വലിയ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇലക്ഷൻ വിജയത്തിലൂടെ പ്രകടമായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ നമുക്കറിയാം BJP ഒരു അക്കൗണ്ട് തുറന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇരു മുന്നണികൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സാധ്യമല്ല. എല്ലാ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിലും നമ്മൾ ഉറക്കെ പറഞ്ഞിരുന്നത് കേരളമെന്ന് പറയുന്നത് BJPക്ക് സാധ്യതയില്ലാത്തൊരു മണ്ണാണ് എന്നാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ BJP വലിയ ശതമാനം വോട്ട് വർദ്ധിപ്പിക്കുന്നു പല മണ്ഡലങ്ങളിലും. അതുപോലെ തന്നെ സുരേഷ് ഗോപിയിലൂടെ BJP തൃശ്ശൂരിൽ വിജയിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള BJPയുടെ രാഷ്ട്രീയം വളരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെ കൃത്യമായി പഠിക്കുവാനും അതിൽ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുവാനും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതല്ലാതെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഭരണത്തിൻ്റെ പോരായ്മകളെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ ദൂരവ്യാപകമായ വലിയ പ്രത്യാഘാതങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇത്തരം മുന്നണികൾക്ക് ഇനിയും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.